മണിക്കൂറിൽ 400 കിലോമീറ്ററോളം സ്പീഡിൽ സഞ്ചരിക്കുന്ന ഒരു പക്ഷിയെക്കുറിച്ച് നിങ്ങൾക്ക് സങ്കല്പിക്കാൻ കഴിയുമോ? പെട്ടെന്ന് കേൾക്കുമ്പോൾ അത് ഏതെങ്കിലും റോബോട്ടിക് ബേർഡ് ആയിരിക്കുമെന്ന് നിങ്ങൾ ചിന്തിച്ചേക്കാം. അതുപോട്ടെ, നമ്മൾ മനുഷ്യരുടെ അത്ര വലിപ്പമുള്ള കൈത്തണ്ടയുള്ള ഒരു പരുന്തിനെക്കുറിച്ച് നിങ്ങൾക്ക് സങ്കല്പിക്കാമോ? ഇത്തരത്തിലുള്ള ചില അപകടകാരികളും ശാസ്ത്രലോകത്തെ വരെ ഞെട്ടിച്ചതുമായ ചില ഇരപിടിയൻ പക്ഷികളെയാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ കാണാൻ പോകുന്നത്. ഹാർപ്പി ഈഗിൾ. മധ്യ തെക്കേ അമേരിക്കയിലെ സാന്ദ്രമായ മഴക്കാടുകളിലാണ് ഇവയെ കണ്ടുവരുന്നത്. തെക്കൻ മെക്സിക്കോ മുതൽ ആമസോൺ വനപ്രദേശം വഴി വടക്കൻ അർജന്റീന വരെയാണ് ഇതിൻ്റെ തട്ടകം. അഡൾട്ടായിട്ടുള്ള ഹാർപ്പി ഈഗിളുകൾക്ക് ഏകദേശം 86 മുതൽ 107 സെൻറ്റിമീറ്റർ വരെ നീളമുണ്ടാകും. ചിറകുകൾ വിരിക്കുമ്പോൾ അത് 176 മുതൽ 224 സെൻറ്റിമീറ്റർ വരെ എത്തും. ഈ വർഗത്തിൽപ്പെട്ട പെൺപക്ഷികൾ ആൺപക്ഷികളെക്കാൾ വളരെ വലുതാണ്. പെൺപക്ഷികൾക്ക് 6.3 മുതൽ 9 കിലോ വരെ ഭാരമുണ്ടാകും. പക്ഷേ ആൺപക്ഷികൾക്ക് ഭാരം ഏകദേശം 3.8 മുതൽ 5.4 കിലോ വരെ മാത്രമായിരിക്കും. ഈ വലിപ്പ വ്യത്യാസം ഉള്ളതുകൊണ്ട് തന്നെ ഒരു ഉപകാരവുമുണ്ട്. ഇവർ രണ്ടുപേരും ഒരേ സ്ഥലത്ത് തന്നെ ഇര തേടിയാലും വ്യത്യസ്ത മൃഗങ്ങളെയാണ് വേട്ടയാടുന്നത്. അതുകൊണ്ട് ഭക്ഷണത്തിനായി ഇവർ തമ്മിൽ മത്സരിക്കേണ്ടി വരുന്നില്ല. പെൺപക്ഷികൾ വലിയ മൃഗങ്ങളെ പിടിക്കുമ്പോൾ ആൺപക്ഷികൾ ചെറിയവയെ പിടിക്കുന്നു. അങ്ങനെ ഒരേ പ്രദേശത്തെ പലതരം ഇരകളെ ഇവർക്ക് വേട്ടയാടാൻ കഴിയും. ഇരയെ പിന്തുടരുമ്പോൾ കാടിനുള്ളിലൂടെ മണിക്കൂറിൽ 80 കിലോമീറ്റർ വേഗതയിൽ വരെ ഇതിന് പറക്കാൻ കഴിയും. കാടിനുള്ളിലെ തടസ്സങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഇതൊരു വലിയ വേഗത തന്നെയാണ്. പക്ഷേ മിക്കവാറും സമയവും ഹാർപ്പി ഈഗിൾ ഇരയെ ഓടിച്ചിട്ട് പിടിക്കാറില്ല. പകരം വളരെ ക്ഷമയോടെ കാത്തിരുന്ന് വേട്ടയാടുന്നതാണ് ഇതിൻ്റെ ശൈലി. ഒരു മരക്കൊമ്പിൽ അനങ്ങാതെ ഇരുന്ന് ഇരയെ നോക്കിയിരിക്കുന്ന രീതിയാണ് ഇവ പിന്തുടരുന്നത്. മിക്കപ്പോഴും നദികൾക്കോ കാട്ടിലെ തുറസായ സ്ഥലങ്ങൾക്കോ അടുത്തായിരിക്കും ഇത് ഒളിഞ്ഞിരിക്കുക. ചില പക്ഷികൾ 23 മണിക്കൂർ വരെ കാര്യമായ ചലനങ്ങളില്ലാതെ ഒരേ ഇരിപ്പിരിക്കുന്നത് കണ്ടിട്ടുണ്ട്. ഈ കാത്തിരിപ്പിനിടയിൽ ഇതിൻ്റെ കണ്ണ് നല്ല പവറിലായിരിക്കും. മനുഷ്യനേക്കാൾ 8 മടങ്ങ് ക്ലാരിറ്റിയുള്ള കാഴ്ച ഇതിനുണ്ട്. അതായത് 200 മീറ്റർ അകലെയുള്ള ഒരു ചെറിയ സാധനം പോലും ഇതിന് വ്യക്തമായി കാണാം. രണ്ടാമത്തെ കാര്യം കേൾവിയാണ്. മൂങ്ങകളെപ്പോലെ ഇവയുടെ മുഖത്തിന് ചുറ്റും തൂവലുകൾ കൊണ്ടുള്ള ഒരു ഡിസ്ക് പോലെയുണ്ട്. ഈ തൂവലുകൾ ചലിപ്പിച്ച് ശബ്ദത്തെ കൃത്യമായി ചെവിയിലേക്ക് തിരിച്ചുവിടാൻ ഇതിന് കഴിയും. അതുകൊണ്ട് തന്നെ പുറമേ അനങ്ങാതെ ഇരിക്കുകയാണെങ്കിലും ചുറ്റുമുള്ള എല്ലാ കാര്യങ്ങളും ഇത് കൃത്യമായി അറിയുന്നുണ്ട്. ഹാർപ്പി ഈഗിൾ ആക്രമിക്കുമ്പോൾ ഉപയോഗിക്കുന്നത് അതിൻ്റെ നഖങ്ങളാണ്. അതായത് പെൺപക്ഷികളുടെ പിന്നിലെ പ്രധാന നഖത്തിന് ശരാശരി 4.8 ഇഞ്ച് നീളമുണ്ടാകും. ചില പക്ഷികളിൽ ഇത് 5 ഇഞ്ചിലധികം വരാറുണ്ട്. ഒരു ഗ്രിസ്ലി ബിയറിൻ്റെ നഖത്തേക്കാൾ വലുതാണിതെന്ന് ഓർക്കണം. ഇതിൻ്റെ കാലുകൾക്ക് ഒരു ചെറിയ കുട്ടിയുടെ കൈത്തണ്ടയുടെ അത്രയും വണ്ണമുണ്ടാകും. ഈ കാലുകൾ കൊണ്ട് പിടിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രഷർ 110 പൗണ്ടിലധികമാണ്. ഇത് എല്ലുകൾ തകർക്കാൻ ധാരാളമാണ്. ഹാർപ്പി ഈഗിൾ ഒരു മൃഗത്തെ പിടിച്ചാൽ പിന്നെ രക്ഷയില്ല. പിടി വീഴുമ്പോൾ തന്നെ എല്ലുകൾ തകരുകയും മരണം പെട്ടെന്ന് സംഭവിക്കുകയും ചെയ്യും. ഇരയ്ക്ക് ഭാരം കൂടുതലാണെങ്കിൽ അവിടെ വെച്ച് തന്നെ പകുതി തിന്ന ശേഷം ബാക്കിയാണ് കൂടിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകുന്നത്. മരങ്ങളിൽ ജീവിക്കുന്ന മൃഗങ്ങളാണ് ഇതിൻ്റെ പ്രധാന ഭക്ഷണം. സ്ലോത്തുകളും കുരങ്ങുകളുമാണ് ഇതിൽ പ്രധാനം. പെൺപക്ഷികൾക്ക് 7.5 കിലോ വരെ ഭാരമുള്ള ഇരകളെ പിടിച്ചുയർത്താൻ പറ്റും. തന്നേക്കാൾ ഭാരമുള്ള കുരങ്ങുകളെ പിടിച്ചുയർത്തി ഒരിടത്തും നിർത്താതെ പറന്നു പോകാൻ ഇതിന് വലിയ ബുദ്ധിമുട്ടില്ല. കാട്ടിലിവ 35 വർഷം വരെ ജീവിക്കാറുമുണ്ട്. നിലവിൽ ഇവരുടെ എണ്ണം കുറഞ്ഞു വരികയാണ്. കാടുകൾ വെട്ടി നശിപ്പിക്കുന്നതാണ് ഇതിൻ്റെ പ്രധാന കാരണം. പാരഗ്രീൻ ഫാൽക്കൺ. ഒരു വലിയ പെൺ പാരഗ്രീന് ഏകദേശം 1.5 കിലോയെ ഭാരമുണ്ടാകും. അതായത് ഒരു ഹാർപ്പി ഈഗിളിൻ്റെ 1/5 ഭാരം പോലും ഇതിനില്ല. ഇതിൻ്റെ ചിറകളവ് 94 മുതൽ 110 സെൻറ്റിമീറ്റർ വരെയാണ്. ശരീരത്തിൻ്റെ വലിപ്പവും ഇരയെ പിടിക്കുന്ന ശക്തിയും വെച്ച് നോക്കിയാൽ ഇതൊരു പാവം പക്ഷിയാണെന്ന് നമുക്ക് തോന്നും. പക്ഷേ പാരഗ്രീൻ ഫാൽക്കണിൻ്റെ പേരിൽ ഒരു റെക്കോർഡുണ്ട്. ഭൂമിയിലെ മറ്റൊരു ജീവിക്കും അതിൻ്റെ അടുത്തെത്താൻ പോലും കഴിയില്ല. അതായത് ലോകത്ത് ഇന്ന് വരെ അളക്കപ്പെട്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വേഗമേറിയ ജീവിയാണിത്. ഈ അസാധ്യ വേഗതയാണ് ഇതിൻ്റെ പ്രധാന ആയുധം. ഒരിക്കൽ വേട്ട തുടങ്ങിക്കഴിഞ്ഞാൽ ഇരയ്ക്ക് രക്ഷപ്പെടാൻ പറ്റാത്ത രീതിയിൽ തൻ്റെ വേഗതയെ ഒരു മരണക്കിണിയാക്കി മാറ്റാൻ ഇതിന് കഴിയും. ഈ സ്പീഡ് റെക്കോർഡ് ഒരു പ്രത്യേക പക്ഷിയുടെ പേരിലാണ്. 1999 വാഷിംഗ്ടണിലെ കെൻ ഫ്രാങ്ക്ലിൻ എന്നൊരാൾ തൻ്റെ പ്രൈഡ്ഫുൾ എന്നു പേരുള്ള പെരഗ്രീൻ ഫാൽക്കണെ വെച്ച് ചില പരീക്ഷണങ്ങൾ നടത്തി. വിദഗ്ധരുടെയും എഞ്ചിനീയർമാരുടെയും സഹായത്തോടെ പക്ഷിയുടെ വാലിൽ ഒരു കമ്പ്യൂട്ടർ ചിപ്പും മറ്റും ഘടിപ്പിച്ചാണ് സ്പീഡ് അളന്നത്. ഏകദേശം 17,000 അടി ഉയരത്തിൽ പറക്കുന്ന ഒരു വിമാനത്തിൽ നിന്നാണ് പക്ഷിയെ താഴേക്ക് വിട്ടത്. കെൻ ഫ്രാങ്ക്ലിൻ വിമാനത്തിൽ നിന്ന് ചാടി പക്ഷിക്കൊരു ലക്ഷ്യം നൽകി. ആ കുതിപ്പിനിടയിൽ ഫ്രൈറ്റ്ഫുൾ മണിക്കൂറിൽ 242 മൈൽ ഏകദേശം 389 കിലോമീറ്ററോളം വേഗത കൈവരിച്ചതായി രേഖപ്പെടുത്തി. ഗിന്നസ് വേൾഡ് റെക്കോർഡ് അംഗീകരിച്ച ഈ വേഗതയെ മറികടക്കാൻ മറ്റൊരു ജീവിക്കും ഇതുവരെ കഴിഞ്ഞിട്ടില്ല.
പെരഗ്രീൻ താഴേക്ക് കുതിക്കുന്ന രീതി അഥവാ സ്റ്റൂപ്പ് ചെയ്യുന്ന രീതി ശരിക്കും അത്ഭുതകരമാണ്. ആദ്യം ഉയരത്തിൽ വട്ടമിട്ട് പറന്ന് ഇരയെ കണ്ടുപിടിക്കും. പിന്നെ കുതിക്കാൻ തുടങ്ങുമ്പോൾ ചിറകുകൾ ശരീരത്തോട് ചേർത്ത് വയ്ക്കും. അപ്പോൾ പക്ഷിയുടെ ആകൃതി ഒരു തുള്ളി വെള്ളം പോലെയോ അല്ലെങ്കിൽ ഒരു ബുള്ളറ്റ് പോലെയോ ആയി മാറും. ഇത് കാറ്റിൻ്റെ തടസ്സം കുറയ്ക്കാനും വേഗത കൂട്ടാനും സഹായിക്കുന്നു. ആ സ്പീഡിൽ പോകുമ്പോൾ പക്ഷി തൻ്റെ തോളുകളും ശരീരവുമൊക്കെ പ്രത്യേക രീതിയിൽ മാറ്റുന്നത് കാണാം. വിമാനങ്ങൾ ഡിസൈൻ ചെയ്യുന്ന എഞ്ചിനീയർമാർക്ക് പോലും അനുകരിക്കാൻ പറ്റാത്ത അത്ര കൃത്യമായ ഒരു വിദ്യയാണിത്. ഈ സ്പീഡിൽ പറക്കുമ്പോൾ നേരിടുന്ന മറ്റ് പ്രശ്നങ്ങൾ പരിഹരിക്കാനും പ്രകൃതി ഇതിനെ സഹായിച്ചിട്ടുണ്ട്. ഒന്നാമത്തേത് ശ്വസനമാണ്. മണിക്കൂറിൽ 200 മൈൽ വേഗതയിൽ കാറ്റ് മൂക്കിലേക്ക് അടിച്ചു കയറിയാൽ ശ്വാസകോശം തകർന്നു പോകാൻ സാധ്യതയുണ്ട്. ഇത് ഒഴിവാക്കാൻ പെരഗ്രീൻ്റെ മൂക്കിനുള്ളിൽ ചെറിയ എല്ലിൻ കഷ്ണങ്ങൾ അഥവാ ട്യൂബർക്ലസ് ഉണ്ട്. ഇത് ജെറ്റ് എഞ്ചിനിലെ വിദ്യ പോലെ കാറ്റിൻ്റെ വേഗത കുറച്ച് ശ്വാസകോശത്തിലേക്ക് എത്തിക്കുന്നു. സൂപ്പർസോണിക് വിമാനങ്ങൾ ഉണ്ടാക്കുന്ന എഞ്ചിനീയർമാർ ഉപയോഗിക്കുന്ന അതേ വിദ്യ പ്രകൃതി ഈ പക്ഷിക്ക് പണ്ടേ നൽകിയിട്ടുണ്ട്. രണ്ടാമത്തെ കാര്യം കാഴ്ചയാണ്. അത്രയും വേഗത്തിൽ കാറ്റടിക്കുമ്പോൾ കണ്ണ് ഉണങ്ങിപ്പോകാനും പരിക്കേൽക്കാനും സാധ്യതയുണ്ട്. ഇത് തടയാൻ പെരഗ്രീന് ഒരു മൂന്നാം കൺപോളയുണ്ട്. ഇത് കണ്ണിനെ കാറ്റിൽ നിന്ന് സംരക്ഷിക്കുമ്പോൾ തന്നെ ഇരയെ വ്യക്തമായി കാണാനും സഹായിക്കും. കൂടാതെ മനുഷ്യരെക്കാൾ കൃത്യമായി ദൂരെയുള്ള കാര്യങ്ങൾ കാണാൻ ഇവയുടെ കണ്ണിന് പ്രത്യേക കഴിവുണ്ട്. 100 മൈൽ വേഗതയിൽ താഴേക്ക് കുതിക്കുമ്പോഴും ഇര എങ്ങോട്ടാണ് നീങ്ങുന്നതെന്ന് ഇതിന് കൃത്യമായി അറിയാൻ കഴിയും. ഇരയെ പോയി ഇടിക്കുന്ന ആ നിമിഷം ശരിക്കും അത്ഭുതകരമാണ്. അത്രയും സ്പീഡിൽ പോയി ഇരയെ നഖം കൊണ്ട് പിടിക്കാൻ നോക്കിയാൽ പക്ഷിയുടെ കാല് ഒടിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് പെരഗ്രീൻ ഒരു വിദ്യ കണ്ടെത്തി. ഇതിനായി തൻ്റെ കാലുകൾ ഒരു മുഷ്ടി പോലെ മടക്കി ഇരയെ ആഞ്ഞ് ഇടിക്കും. ഒരു ചുറ്റിക കൊണ്ട് അടിക്കുന്നത് പോലെയാണത്. ആ സ്പീഡിലുള്ള ഇടിയിൽ തന്നെ മിക്കവാറും ഇരകൾ അപ്പോൾ തന്നെ ചത്തുപോകും. അതിനുശേഷം പക്ഷി വട്ടമിട്ട് വന്ന് താഴേക്ക് വീഴുന്ന ഇരയെ വായുവിൽ വെച്ച് തന്നെ പിടിക്കും. മുകളിൽ നിന്നുള്ള ഈ അപ്രതീക്ഷിത ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഇരയ്ക്ക് ഒട്ടും സമയം കിട്ടില്ല. പെരഗ്രീൻ ഫാൽക്കൺ മിക്കവാറും മറ്റ് പക്ഷികളെയാണ് വേട്ടയാടുന്നത്. പ്രാവുകൾ, താറാവുകൾ, കടൽ പക്ഷികൾ തുടങ്ങി പലതരം പക്ഷികൾ ഇതിൻ്റെ ലിസ്റ്റിലുണ്ട്. ലോകത്തെ 1/5 പക്ഷിവർഗ്ഗങ്ങളെയും ഏകദേശം 2000 തരം പക്ഷികളെയും ഇത് വേട്ടയാടാറുണ്ടെന്നാണ് കണക്ക്. ചിലപ്പോൾ വവ്വാലുകളെയും മറ്റു ജീവികളെയും ഇത് പിടിക്കാറുണ്ട്. ലോകത്ത് മിക്കവാറും എല്ലാ ഭൂഖണ്ഡങ്ങളിലും ഇവയെ കാണാം. ഭക്ഷണത്തിനായി ഇവർ ഭൂഖണ്ഡങ്ങൾ കടന്ന് യാത്ര ചെയ്യാറുമുണ്ട്. ലോകമെമ്പാടും ഏകദേശം 1,40,000-ഓളം ജോഡി പക്ഷികളുണ്ടെന്നാണ് കണക്കാക്കപ്പെടുന്നത്. ഗോൾഡൻ ഈഗിൾ. ഇനി നമുക്ക് ഗോൾഡൻ ഈഗിളിനെ കുറിച്ച് സംസാരിക്കാം. ഒരേ കുടുംബക്കാരാണെങ്കിലും ഹാർപ്പി ഈഗിളിൽ നിന്ന് എല്ലാ അർത്ഥത്തിലും തികച്ചും വ്യത്യസ്തമാണിവ. ലോകത്ത് ഇന്ന് ഏറ്റവും കൂടുതൽ സ്ഥലങ്ങളിൽ കാണപ്പെടുന്ന പരുന്തുകൾ ഇവയാണ്. വടക്കേ അമേരിക്ക, യൂറോപ്പ്, റഷ്യ, മധ്യേഷ്യ, ചൈന, ഇന്ത്യ, പിന്നെ വടക്കൻ ആഫ്രിക്കയുടെ ചില ഭാഗങ്ങൾ എന്നിവിടങ്ങളിലൊക്കെ ഇതിനെ കാണാം. ഈ പക്ഷിയെ കണ്ടിട്ടുള്ളവർ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഓരോ നാട്ടിലെയും കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായ രീതിയിൽ മാറ്റങ്ങൾ വന്ന 6ഓളം വ്യത്യസ്ത വിഭാഗങ്ങൾ ഇതിലുണ്ട്. അമേരിക്കയിൽ ബാൾഡീഗിളിനൊപ്പം തന്നെ പ്രത്യേക നിയമം വഴി ഇതിനെ സംരക്ഷിക്കുന്നുണ്ട്. ആയിരക്കണക്കിന് വർഷങ്ങളായി അധികാരത്തിൻ്റെയും രാജകീയതയുടെയും അടയാളമായി പല സംസ്കാരങ്ങളും ഇതിനെ കണക്കാക്കുന്നു. ഏകദേശം 4000 വർഷങ്ങളായി മനുഷ്യർ ഇവയെ വേട്ടക്കായി പരിശീലിപ്പിക്കുന്നുണ്ട്. ഇവയിൽ അഡൽട്ടായ ഗോൾഡൻ ഈഗിളിന് സാധാരണ 66 മുതൽ 102 സെൻറ്റിമീറ്റർ വരെ നീളമുണ്ടാകും. ചിറകുകൾ വിരിക്കുമ്പോൾ അത് 1.8 മുതൽ 2.34 മീറ്റർ വരെ, ഏകദേശം 6 മുതൽ 7.7 അടി വരെ നീളമുണ്ടാകും. പെൺപക്ഷികൾക്കാണ് ഭാരം കൂടുതൽ. ഇത് 2.5 മുതൽ 6.7 കിലോ വരെ ഭാരം വരാം. കാടിനുള്ളിലെ ഇടുങ്ങിയ സ്ഥലങ്ങളിലൂടെ പറക്കുന്നതിന് പകരം വിശാലമായ ആകാശത്ത് വളരെ നേരം വേഗത്തിൽ പറക്കാൻ പറ്റിയ രീതിയിലാണ് ഇതിൻ്റെ ശാരീരിക ഘടന. വലിയ ചിറകുകൾ ഉപയോഗിച്ച് ആകാശത്തെ വായുപ്രവാഹത്തിൽ യാതൊരു കഷ്ടപ്പാടുമില്ലാതെ ഒഴുകി നടക്കാൻ ഇതിന് സാധിക്കും. സാധാരണയായി മണിക്കൂറിൽ 45 മുതൽ 52 കിലോമീറ്റർ വേഗതയിൽ പറക്കുന്ന ഇവ ഇരയെ പിടിക്കാൻ താഴേക്ക് കുതിക്കുമ്പോൾ മണിക്കൂറിൽ 240 മുതൽ 320 കിലോമീറ്റർ വരെ അസാധ്യ വേഗത കൈവരിക്കാറുണ്ട്. ഇതിൻ്റെ നിറം കടും തവിട്ടാണെങ്കിലും തലയുടെയും കഴുത്തിൻ്റെയും പിറകിൽ ഒരു ഗോൾഡൻ നിറം കാണാം. അതുകൊണ്ടാണ് ഇതിന് ഈ പേര് വന്നത്. വലുതും വളഞ്ഞതുമായ ഇതിൻ്റെ കൊക്കിന് നല്ല ശക്തിയുമുണ്ട്. ഇതിൻ്റെ നഖങ്ങളും ഭീകരമാണ്. സ്ക്വയർ ഇഞ്ചിൽ 400 മുതൽ 750 പൗണ്ട് വരെ മർദ്ദം ചെലുത്താൻ ഇതിന് കഴിയും. ഒരു കായികാഭ്യാസിയായ മനുഷ്യൻ്റെ പിടുത്തത്തിന് വെറും 100 മുതൽ 150 പൗണ്ട് പവർ മാത്രമേ കാണൂ എന്നോർക്കണം. മനുഷ്യരെക്കാൾ 8 മടങ്ങ് പവർഫുൾ കാഴ്ച ഇതിനുണ്ട്. അതുകൊണ്ട് 3 കിലോമീറ്ററിലധികം ദൂരെയുള്ള ഒരു മുയലിനെ വരെ ഇതിന് വ്യക്തമായി കാണാൻ കഴിയും. ലോകത്തെ ഏറ്റവും വ്യത്യസ്തമായ ഭക്ഷണ രീതിയുള്ള വേട്ടക്കാരിലൊന്നാണിത്.
സാധാരണയായി മുയലുകൾ, അണ്ണാൻ തുടങ്ങിയ ചെറിയ മൃഗങ്ങളെയാണ് ഇത് പ്രധാനമായും വേട്ടയാടുന്നത്. വടക്കേ അമേരിക്കയിലും യൂറോപ്പിലും ഇതാണ് ഇവയുടെ പ്രധാന ഭക്ഷണം. പക്ഷേ കിട്ടുന്ന സാഹചര്യത്തിനനുസരിച്ച് ഇതിലും വലിയ മൃഗങ്ങളെയും ഇവ പിടിക്കാറുണ്ട്. മംഗോളിയയിലും മധ്യേഷ്യയിലും കുറുക്കന്മാരെയും ചെന്നായകളെയും പിടിക്കാൻ മനുഷ്യർ ഇവയെ ഉപയോഗിക്കാറുണ്ടത്രേ. വലിയ മൃഗങ്ങളെ വേട്ടയാടുമ്പോൾ ഇതിന് പ്രത്യേക തന്ത്രവുമുണ്ട്. തന്നേക്കാൾ ഭാരമുള്ള ഒരു മൃഗത്തെയാണ് പിടിക്കുന്നതെങ്കിൽ അത് കാണാതെ പുറകിലൂടെയും മുകളിലൂടെയും വന്ന് പെട്ടെന്ന് താഴേക്ക് കുതിക്കും. ആ കുതിപ്പിന്റെ സ്പീഡിൽ തന്നെ മൃഗത്തിന്റെ തലയിലോ കഴുത്തിലോ നഖം കൊണ്ട് ആഞ്ഞു പിടിക്കും. ആ നിമിഷമുണ്ടാകുന്ന പ്രഷറിൽ തന്നെ ഇരയുടെ തലയോട്ടി തകരുകയോ നട്ടെല്ല് ഒടിയുകയോ ചെയ്യും. ഇര പെട്ടെന്ന് ചത്തില്ലെങ്കിൽ പോലും പക്ഷി തൻ്റെ ഭാരം മുഴുവൻ മൃഗത്തിൻ്റെ മേൽ ചെലുത്തി അതിനെ കീഴടക്കും. ഇതിന് കുറച്ച് സമയമെടുത്തേക്കാം. ചിലപ്പോഴൊക്കെ ഇവ പിടിച്ച ഇര കുറച്ച് ദൂരം ഓടിയ ശേഷമായിരിക്കും തളർന്നു വീഴുക. ചിലപ്പോൾ ജോഡികളായി ചേർന്നും ഇവ വേട്ടയാടാറുണ്ട്. ഒരാൾ ഇരയെ ഓടിച്ചിട്ട് തളർത്തുമ്പോൾ പങ്കാളി മറ്റൊരു വശത്ത് പതിയിരുന്ന് പിടിക്കും. ഒരു പക്ഷിക്ക് മാത്രം പിടിക്കാൻ പറ്റാത്ത ഇരകളെ കീഴ്പ്പെടുത്താൻ ഈ തന്ത്രം സഹായിക്കാറുണ്ട്. അമേരിക്കയിലും ആൽപ്സ് പർവ്വതനിരകളിലും ഇത്തരം രീതികൾ കണ്ടുവരാറുണ്ട്. സാധാരണയായി ഈ പക്ഷികൾ ജീവിതകാലം മുഴുവൻ ഒരു പങ്കാളിയോടൊപ്പം തന്നെ കഴിയാറുണ്ട്. ഈ പക്ഷികൾക്ക് വേട്ടയാടാൻ വലിയൊരു പ്രദേശം സ്വന്തമായി തന്നെ ഉണ്ടാകും. ഭക്ഷണത്തിൻ്റെ ലഭ്യത അനുസരിച്ച് 50 മുതൽ 200 ചതുരശ്ര കിലോമീറ്റർ വരെ ഇവർ ആധിപത്യം സ്ഥാപിക്കും. സ്വന്തം പ്രദേശത്തെക്കുറിച്ച് ഇവർക്ക് നല്ല അറിവുമുണ്ടാകും. 15 മുതൽ 20 വർഷം ഒരേ സ്ഥലത്ത് ജീവിക്കുന്ന ഒരു പക്ഷിക്ക് അവിടുത്തെ ഇരകൾ എവിടെ കാണുമെന്നും കാലാവസ്ഥ മാറുന്നത് എങ്ങനെയാണെന്നും ഒക്കെ കൃത്യമായി അറിയാം. അതുകൊണ്ട് തന്നെ മുതിർന്ന പക്ഷികൾ കുഞ്ഞുങ്ങളെക്കാൾ വലിയ വേട്ടക്കാരായിരിക്കും. തുടക്കക്കാരായ പല കുഞ്ഞുങ്ങൾക്കും സ്ഥലം പരിചയമില്ലാത്തത് കൊണ്ട് തന്നെ അതിജീവിക്കാൻ പ്രയാസമാണ്. കാട്ടിലിവ 20 മുതൽ 30 വർഷം വരെ ജീവിക്കും. കൂട്ടിലിട്ട് വളർത്തുകയാണെങ്കിൽ 40 വർഷത്തിലധികം ജീവിക്കാറുമുണ്ട്. 4-5 വയസ്സിൽ പ്രായപൂർത്തിയാകുന്ന ഇവ വർഷത്തിൽ 1-3 മുട്ടകളാണ് ഇടാറുള്ളത്. കുഞ്ഞുങ്ങൾ വിരിഞ്ഞ് പറക്കാൻ പഠിച്ചാലും കുറച്ചുകാലം കൂടി മാതാപിതാക്കളുടെ കൂടെ ഇരുന്ന് വേട്ടയാടാൻ പഠിക്കും. മുൻപ് പറഞ്ഞതുപോലെ ഈ ഗോൾഡൻ ഈഗിളുകളെ കണ്ടിട്ടുള്ളവർ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഏതായാലും ഇക്കൂട്ടത്തിൽ നിങ്ങളെ ഏറ്റവും അത്ഭുതപ്പെടുത്തിയ പക്ഷി ഏതാണെന്നും അവയുടെ ഏത് സവിശേഷതയാണ് നിങ്ങളെ അത്ഭുതപ്പെടുത്തിയതെന്നും കമൻറ്റ് ചെയ്യാൻ വിട്ടുപോകരുത്. അപ്പോൾ മറ്റൊരു ഇൻഫോർമേറ്റീവായ വീഡിയോയുമായി വരുന്നത് വരെ ഗുഡ് ബൈ.